പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്ന മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നൽകപ്പെട്ട മതമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള മാർഗമാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് കാലങ്ങളായി ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിമർശനങ്ങളും ഈ ദീന് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നവർ ഏറ്റുവാങ്ങുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് ചെറുതല്ല. കാലങ്ങളായി അനുഭവിച്ചു പോരുന്ന ഒന്നാണ് ഈ ദീന് സ്വീകരിച്ചവർ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ വിമർശനങ്ങളും വലിയ വിമർശനങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി റബ്ബിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് തന്റെ ആദർശത്തെ കൃത്യമായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വിവാദമായി കൊണ്ടിരിക്കുന്ന, കാലങ്ങളായി വിവാദമായി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ ഖുതുബകളിൽ അതിന്റെ പരാമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും അതിന്റെ തുടർച്ച എന്ന നിലക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് ഖുർആനിൽ, ഹദീസുകളിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്നത് സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ചില വിഷയങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഹിജാബ് എന്ന പദം മറ എന്ന അർത്ഥത്തിൽ പെണ്ണിന്റെ ശരീരത്തെ മറക്കുന്നതിനെയാണ് സ്ത്രീയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിരോവസ്ത്രമാകട്ടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ധരിക്കുന്ന പർദ്ദയാവട്ടെ, ഇതൊക്കെ പല ആളുകളും കാണുന്നത് ഒരു കഷ്ണം തുണിയുടെ പേരിൽ തർക്കം നടക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല എന്നൊക്കെ വിവാദം നടത്തുന്ന ആളുകളുണ്ട്. ചെറിയൊരു തുണിക്കഷ്ണമല്ലേ, ഒരു തലയിലെ തട്ടം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ ഒരു തുണിയുടെ പേരിൽ എന്തിനാണ് നമ്മൾ ചർച്ച നടത്തുന്നത്? ക്യാമ്പസുകളിലാവട്ടെ, സ്കൂളുകളിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് കുട്ടികളെ തടയുന്നവരാകട്ടെ, അവർക്കൊക്കെ ഇസ്ലാം നൽകുന്ന വലിയൊരു പാഠം, പരിശുദ്ധ ഇസ്ലാം സഹോദരങ്ങളെ തലയിൽ ധരിക്കുന്ന ഒരു തട്ടത്തെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വേഷങ്ങളെയോ, പുരുഷന്റേതാവട്ടെ സ്ത്രീയുടേതാവട്ടെ, ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, അതിന്റെ മര്യാദകൾ എന്നുള്ളതൊക്കെ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് നിസ്സാരമായി തുണിയായി തോന്നുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ഒരു കാര്യത്തിൽ നമുക്കൊരു വിധി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വിധിയെ മറികടന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പെണ്ണിനോ മുഅ്മിനത്തായ പെണ്ണിനോ മുഅ്മിനായ പുരുഷനോ പാടുള്ളതല്ല, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടുള്ളതല്ല, ഇദാ ഖലല്ലാഹു റസൂലുഹു അംറാ, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിക്ക് എതിര് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്, അല്ലാഹുവും റസൂലും വിധിച്ചിട്ടുള്ള വിധി മറികടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത് എന്നാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി
പഠിപ്പിച്ച ഒരാശയമാണ്. അള്ളാഹുവും റസൂലും ഒരു വിധി ഒരു വിഷയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ വിധിയെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഒരു മുസ്ലിമിനും മുസ്ലിമത്തായ പെണ്ണിനും ഒരു മുഅ്മിനായ പുരുഷനും മുഅ്മിനത്തായ സ്ത്രീക്കും പാടുള്ളതല്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ വേഷം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള വിധിയിൽപ്പെട്ടതാണ്. ഒരു പെണ്ണെങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ച വിധിയാണ്. ആ വിധിയെ മറികടന്ന് പ്രവർത്തിക്കാൻ ഒരു മുസ്ലിമത്തായ പെണ്ണിന് അനുവാദമില്ല, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ അനുവാദമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നമ്മുടെ രാജ്യമാകട്ടെ, ഏതൊരു മതം ആ മതത്തിന്റെ ആദർശത്തെയും ആശയത്തെയും അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം, യാതൊരു തർക്കമില്ല. പക്ഷെ ഇത്തരം രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിന്റെ വേഷം ധരിച്ചു എന്നതിന്റെ പേരിൽ ഒതുക്കി നിർത്തപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, അത്തരം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നോക്കൂ നിങ്ങൾ, സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിലെ ആളുകളും അധ്യാപികമാരും ഒക്കെ ഇന്ന് രംഗപ്രവേശനം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ തുണിക്കഷ്ണമായി അതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ ധരിച്ച് അതിൻ്റെതായ മാന്യതകൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ലോകത്ത് 3/4%, 99% മുസ്ലിം സ്ത്രീകളും ഇസ്ലാമിന്റെ വേഷം കൃത്യമായി സ്വീകരിക്കുന്നവരാണ്. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേഷത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് കാണാം. യാ ബനി ആദം, ആദം സന്തതികളെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശൻ വലിബാസുത് തഖ്വാ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ മറക്കാനുതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ, ഔറത്തുകളെ മറച്ചു നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു അല്ലാഹു പറയാൻ. മാത്രമല്ല നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങളെയും നൽകിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം വലിബാസുത് തഖ്വാ, സൂക്ഷ്മതയുടെ വസ്ത്രം, ധാർമ്മികത, ധർമ്മനിഷ്ഠയുതകുന്ന ധർമ്മനിഷ്ഠയുള്ള വസ്ത്രങ്ങളാവട്ടെ, അതാണ് ദാലിക ഖൈറുൻ, നിങ്ങൾക്ക് ഉത്തമമായത് ധാർമ്മികതയുള്ള അല്ലെങ്കിൽ ധർമ്മനിഷ്ഠയുള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു സൂക്ഷ്മതയുടെ വസ്ത്രം ധരിക്കുന്ന ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ, മാന്യമായ വസ്ത്രം സ്വീകരിക്കുന്ന ഒരു പെണ്ണ്, അവൾ ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് മാന്യതയുള്ള വസ്ത്രം ധരിക്കുന്നത്. തലയിൽ തട്ടമിടുക എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ കൽപ്പനയാണ്, സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനയാണ്, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അതിൽ കൈവെക്കാനൊന്നും അവകാശവും അധികാരവുമില്ല. ഇനി എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്ര മസിലി പിടിക്കുന്നത്? എന്തിനാണ് ഇസ്ലാം പെണ്ണിനിങ്ങനെ പർദ്ദയും അതേപോലെ തന്നെ ഹിജാബും നിഖാബും ഒക്കെ പെണ്ണിനിങ്ങനെ നൽകിയത്? എന്തിനാണ് പെണ്ണിനെ പർദ്ദക്കുള്ളിലിട്ട് പിന്നെ ഒരു കുടുക്കിയ മതമാണ് ഇസ്ലാം, പെണ്ണുങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ വിമർശിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണം വ്യക്തമാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഇസ്ലാം ഹിജാബിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും പെണ്ണിനെ നിർബന്ധമാക്കിയതും? ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറയണം എന്ന് പെണ്ണിനോട് അള്ളാഹു കൽപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നാമത്തെ വിഷയം ഒരു പെണ്ണ് ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ്, ഒരു പെണ്ണ് ആക്രമിക്കപ്പെടാതിരിക്കാനാണ്. ബലാത്സംഗങ്ങളുടെ കണക്ക് ഇന്ത്യ രാജ്യത്തെടുത്ത് പരിശോധിച്ചാൽ സഹോദരങ്ങൾ, അതിന്റെ കണക്ക് എത്രയാണ്? ഒരു ദിവസം രാജ്യമറിഞ്ഞുകൊണ്ട് നടക്കുന്ന ബലാത്സംഗങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അറിയാത്തത് വേറെയുമുണ്ട്. പക്ഷേ ഇസ്ലാമിക വേഷവിധാനം ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടാതിരിക്കാനെന്ന് വ്യക്തമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹൻ നബിയു,
അല്ലാഹുവിന്റെ റസൂലേ നബിയേ ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്. ആരോട്? ലി അസ്വാജിക, നിന്റെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം. വബനാതിക, നിന്റെ പുത്രിമാരോടും പറഞ്ഞു കൊടുക്കണം. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണേ നബിയേ. പ്രവാചകന്റെ ഭാര്യമാരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരോടും ലോകത്തുള്ള വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള സകല മുഅ്മിനാത്തുകളോടും മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും മുഅ്മിനീങ്ങളുടെ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം. എന്തു പറയണം? യുദ്നീന അലൈഹിന്ന ബിജലാബീബിഹിന്ന, അവർ തങ്ങളുടെ മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. താഴ്ത്തിയിട്ട് കൊള്ളാൻ അവരോട് പറയുക. അവരുടെ മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ. എന്താ ഈ മൂടുപടം? ജിൽബാബ് എന്നുള്ള പ്രയോഗം, ശരീരം ഒന്നാകെ മൂടുന്ന വസ്ത്രത്തിനെയാണ് ജിൽബാബ് എന്ന് പ്രയോഗിച്ചത്. സഹോദരങ്ങളെ, ശരീരം മുഴുവൻ മൂടി നിൽക്കുന്ന വസ്ത്രമാവണം ഒരു പെണ്ണിൻ്റെത്. എന്തിനാണത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബിജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തിനാണ് അവർക്ക് ആ വസ്ത്രം പഠിപ്പിച്ചതെന്നറിയുമോ? ذلك أدنى أن يعرفن, അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല ഫലാ യുദൈൻ, അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം ഒരു പെണ്ണിന് നൽകുന്ന സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ പെണ്ണിന്റെ വസ്ത്രം. അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിന് ആ വസ്ത്രത്തെ അല്ലാഹു ഒരുക്കിക്കൊടുത്തതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിൽബാബ് ധരിക്കാൻ പറഞ്ഞത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹു കരുണാനിധിയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ലോകത്തുള്ള സകല സ്ത്രീകളോടുമുള്ള കൽപ്പനയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമാണെന്ത്? ശരീരം മുഴുവനും മൂടുന്ന വസ്ത്രം ധരിക്കണം. എന്തിനാണത്? പെണ്ണ് ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, അവൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ വേഷം എന്നുള്ളത് സുരക്ഷിതത്വത്തിനു വേണ്ടി, അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പെണ്ണിന്റെ ശരീരപ്രകൃതിയെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പുരുഷന്മാർ വഴിതെറ്റാതിരിക്കാനും സ്ത്രീ ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി നടത്തിയൊരു പ്രയോഗം എന്താണെന്നറിയോ? പെണ്ണിന്റെ വസ്ത്രത്തിന്റെ മാന്യതയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധി നിലനിർത്താനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ 33-ാമത്തെ അധ്യായത്തിന്റെ 53-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധി നിലനിർത്താനാണ്. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിച്ചത്. മൂന്നാമത്തെ വിഷയം ദുഷിച്ച കണ്ണുകളിൽ നിന്നുള്ള മറയാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. ആണുങ്ങളോട് പെണ്ണുങ്ങളോട് അല്ലാഹു ഖുല്ലി മുഅ്മിനീന എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തണം. ഖുല്ലിൽ മുഅ്മിനാത്തി, പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വിശദീകരിക്കുന്നത് കാണാം. കണ്ണിനെ താഴ്ത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വസ്ത്രങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവരോട് പറഞ്ഞു. അതൊക്കെ എന്തിനാ? മറ്റുള്ളവന്റെ കണ്ണിൽ നിന്ന് സുരക്ഷിതമാകാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. അതിനാണ് അല്ലാഹു ഹിജാബ് നിശ്ചയിച്ചത്. അതിനാണ് അല്ലാഹു ഒരു പെണ്ണിന്റെ ശരീരഘടനക്കനുസരിച്ചുള്ള വസ്ത്രം അല്ലാഹു ആ പെണ്ണിനോട് പറഞ്ഞു. പെണ്ണിനെ സൃഷ്ടിച്ച റബ്ബിനറിയാം പെണ്ണിന് ഏത് വസ്ത്രമാണ് വേണ്ടതെന്ന്. പെണ്ണിന് എന്ത് വസ്ത്രമാണ് വേണ്ടതെന്ന് പെണ്ണിനെ സൃഷ്ടിച്ച റബ്ബിനറിയാം. നാലാമത്തെ വിഷയം സഹോദരങ്ങളെ, അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്, തെഖ്വയുടെ അടയാളമാണ്. സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത് ഒരു പെണ്ണിന്റെ ഇസ്ലാമിക വേഷവിധാനം എന്നുള്ളത് അത്
തഖ്വയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് വിശ്വാസമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം എന്ന് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. കുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും വിളിച്ചുകൊണ്ടാണ്, വിശ്വാസികളെയും വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗം. ഇസ്ലാമിക വേഷം സ്വീകരിച്ച് ആ മര്യാദകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആറാമത്തെ വിഷയം ലജ്ജയുടെ വസ്ത്രമാണ്. ലജ്ജയുള്ള ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി ധരിക്കുന്ന വേഷവിധാനം. ഒരു പെണ്ണ് ധരിക്കുന്ന വസ്ത്രം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ വഖുലുഖുൽ ഇസ്ലാം അൽ ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മതത്തിലും എല്ലാ ദീനും എല്ലാ മതങ്ങളും ഒരു സ്വഭാവമുണ്ട്. പക്ഷേ വഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവം എന്നുള്ളത് അൽ ഹയാ, അത് ലജ്ജയാണ്. ലജ്ജയാണ്. ലജ്ജയില്ലാത്തവർക്ക് എന്തുമാവാം. ലജ്ജയില്ലാത്തവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം. ലജ്ജയില്ലാത്തവർക്ക് എന്ത് തോന്നിവാസവും പ്രചരിപ്പിക്കാം. ലജ്ജയില്ലാത്തവർക്ക് ഏത് രൂപത്തിലുള്ള ജീവിതവും നയിക്കാം. പക്ഷെ ഒരു മുസ്ലിം അങ്ങനെയല്ല. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ഇന്നൽ ഹയാഅ വൽ ഈമാൻ ഖുരിനാ ജമീഅ. ലജ്ജയും ഈമാനും തമ്മിൽ പരസ്പര ബന്ധമുള്ളതാണ്. ഫഇദാ റുഫിഅ അഹദുഹുമാ, അതിൽ നിന്ന് ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിഅൽ ആഖർ, മറ്റേത് സ്വാഭാവികമായി അവരിൽ നിന്ന് ഇല്ലാതെയാകും. ഒരാളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടാൽ ലജ്ജ ഇല്ലാതെയാവും. ലജ്ജ നഷ്ടപ്പെട്ടാൽ ഈമാൻ ഇല്ലാതെയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലജ്ജ ഏറ്റവും മഹത്വമുള്ള ഒന്നായി പഠിപ്പിക്കുന്ന മതമാണ്. ഒരു തോന്നിവാസം പറയാൻ, ഒരു തോന്നിവാസം പ്രചരിപ്പിക്കാൻ, ഒരു തോന്നിവാസം ചെയ്യാൻ ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ലജ്ജയുള്ളവരാകണം. അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്കതാണ് നല്ലത്. നിങ്ങൾ ഇസ്ലാമിക വേഷവിധാനം എന്നുള്ളത് ഒരു പെണ്ണിന് ലജ്ജയുടെ വസ്ത്രമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അത് സൂക്ഷ്മതയുടെ വസ്ത്രമായി അല്ലാഹുവിന്റെ ദീൻ തഖ്വയുടെ വസ്ത്രമായി പഠിപ്പിച്ചു. അത് ദുഷിച്ച കണ്ണുകളിൽ നിന്നുള്ള മറയായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. അതേപോലെ തന്നെ വിശുദ്ധി നിലനിർത്താനുള്ള ഒന്നായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ വസ്ത്രത്തെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഒരു പെണ്ണ് സുരക്ഷിതയായി ജീവിക്കാൻ, അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അവൾക്ക് ഏറ്റവും നല്ല വസ്ത്രം അതാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വസ്ത്രത്തെ സംബന്ധിച്ച് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിനോട് ഇസ്ലാം വെക്കുന്ന കാഴ്ചപ്പാടുകളില്ല. ആ പെണ്ണ് ഒരിക്കലും പീഡിപ്പിക്കപ്പെടരുത്, ശല്യം ചെയ്യപ്പെടരുത് എന്ന നിലക്ക് ധരിക്കപ്പെടുന്ന വസ്ത്രങ്ങളെ ഇന്ന് നാട്ടിൽ ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും വസ്ത്രമായി ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കാണുന്നവന്റെ മനസ്സിന്റെ ദോഷമല്ലാതെ സഹോദരങ്ങളെ ഒരിക്കലും ധരിക്കുന്നത് ഒരു മോശപ്പെട്ട ചിന്തയിലല്ല. അതിലേറ്റവും ഹൈറായ ചിന്തകളുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് അത് കൈമാറി നമ്മുടെ കുടുംബങ്ങളെയും ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വേഷവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയത്. ഇനി ഇത്തരം വസ്ത്രങ്ങളോട് താല്പര്യപ്പെടാത്ത സ്ത്രീകൾ, ഇസ്ലാമിന്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായി നടക്കുന്ന കുറെ ആളുകൾ,
ലോകത്ത് വളരെ തുച്ഛമായ ആളുകളാണ് ഇസ്ലാമിന്റെ വേഷം മുസ്ലിമായി നടന്നിട്ട് മുസ്ലിം അല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത വേഷം ധരിച്ച് നടക്കുന്ന ആളുകൾ വളരെ തുച്ഛമായ ആളുകളാണ്. ലോകാടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിച്ചു. അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരം ആളുകളോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില നിലപാടുകളുണ്ട്. സഹോദരിമാര് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിക വേഷം എന്നുള്ളത് പറഞ്ഞല്ലോ പവിത്രമായ ഒരു വേഷ രൂപമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള വേഷം എന്നുള്ളത്. പക്ഷേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിച്ചിട്ടും നരകം നേടുന്ന ചില സ്ത്രീകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസാഉൻ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്, ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസഹുന്ന കഅസ്ലിമത്തിൽ മുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ. നിസാഉൻ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ടവർ വസ്ത്രം ധരിക്കാത്തവളെ പോലെ, വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെ ശരീരത്തിന്റെ നഗ്നതകളെ ഇളക്കി നടന്ന് ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിച്ച് അന്യപുരുഷന്റെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുമാറ് വസ്ത്രം ധരിക്കുന്ന പെണ്ണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലാ യദ്ഖുൽനൽ ജന്ന, അവൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് കിട്ടൂല. സ്വർഗത്തിന്റെ വാസന പോലും തടയപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്രേ. ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ വസ്ത്രം ധരിക്കാത്തവളെ പോലെ നടക്കുന്നത്. അതേതാ വസ്ത്രം? ഏതാണ് വസ്ത്രം? 4 രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നിഷിദ്ധമാണ്. ശരീരത്തിനോട് ഇറുകിപ്പിടിച്ച് നടക്കുന്ന വസ്ത്രം പെണ്ണിന് ഹറാമാണ്. ഹറാമാണ്. ടൈറ്റുള്ള വസ്ത്രം ധരിക്കുക പാടില്ലാത്തതാണ്. പെണ്ണ് ധരിക്കേണ്ടത് ലൂസായിട്ടുള്ള വസ്ത്രമാണ്. രണ്ടാമത്തെ വസ്ത്രം അലങ്കാരങ്ങൾ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം. ഉള്ള അലങ്കാരങ്ങൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള വസ്ത്രം പെണ്ണ് നിഷിദ്ധമാണെന്ന് പറഞ്ഞു. മൂന്നാമത്തത് അർദ്ധനഗ്നമായ വസ്ത്രം, പകുതി മറച്ച് പകുതി പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം. പകുതി മറക്ക പകുതി പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം. നാലാമത്തെ വസ്ത്രം നേരിയ തുണി കൊണ്ടുള്ള വസ്ത്രം. നേരിയ തുണി കൊണ്ട് ചില പെണ്ണുങ്ങൾ തട്ടക്കിടുമ്പോ ഇട്ടിട്ടുണ്ട്, എന്നാൽ തലയിലെ മുടി മുഴുവൻ പുറത്തു കാണുന്ന രൂപത്തിൽ, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു കാണുന്ന രൂപത്തിൽ നേരിയ തുണി കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളുണ്ട്. ഭയപ്പെട്ടതാണ്. അങ്ങനെയല്ലാത്ത ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വേഷവിധാനങ്ങൾ സ്വീകരിച്ച് മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച് ജീവിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. കാരണം ഉമ്മമാരെ, ഈ ദുനിയാവല്ല നമുക്ക് വലുത്. ഈ ദുനിയാവല്ല നമുക്ക് വലുത്. നമുക്കൊരു ലോകം വരാനുണ്ട്. ഇവിടെ നമ്മൾ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കും. ആ ജീവിത കാലത്തിനിടയിൽ ആടിത്തിമിർത്തും വൃത്തികെട്ട വസ്ത്രം ധരിച്ചും അന്യപുരുഷന്മാർ ശ്രദ്ധിക്കുമാറ് വസ്ത്രം ധരിച്ചുമൊക്കെ നാടുകളിലൂടെ ഇറങ്ങി നടക്കുമ്പോ അത് നരകത്തിലേക്കുള്ള വിറകുകൊള്ളിയായി മാറുകയാണെന്ന് തിരിച്ചറിവില്ലാതെ ജീവിക്കുമ്പോ പെട്ടെന്നൊരു ദിവസം മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ബോധ്യമാകും. ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന സമയം. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു പെണ്ണിന് അലങ്കാര വസ്ത്രം ധരിക്കാം, മോഡേണായ വസ്ത്രം ധരിക്കാം. എവിടെ? വീട്ടിന്റെ ഉള്ളിൽ തന്റെ ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണിന് അനുവദിക്കപ്പെട്ടതാണ്. ഒരു ഭർത്താവിന്റെ മുന്നിൽ പെണ്ണിന് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഭർത്താവിന്റെ മുന്നിൽ ധരിക്കുന്ന വസ്ത്രം ഭർത്താവിന് ഇഷ്ടമില്ലാത്തതും പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ധരിക്കുന്ന വസ്ത്രം ആളുകൾ കണ്ടാൽ സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവുമാണ് ധരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് പെണ്ണ് പീഡിപ്പിക്കപ്പെടാൻ, ആക്രമിക്കപ്പെടാൻ അത് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കി ഇസ്ലാമിന്റെ വേഷങ്ങൾ സ്വീകരിക്കുക. അതാണ് സൂക്ഷ്മതയുടെ, വിശുദ്ധിയുടെ വസ്ത്രം. അതാണ് സൂക്ഷ്മതയുടെ വസ്ത്രം. അതാണ് അതേപോലെ തന്നെ വിശുദ്ധി നിലനിർത്താൻ പറ്റുന്ന വസ്ത്രം. അതാണ് ഒരു പെണ്ണ് സുരക്ഷിതയായി മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന വേഷവിധാനം. അതാണ്. അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇസ്ലാമിന്റെ മര്യാദകളും ഇസ്ലാമിന്റെ നിയമങ്ങളും കാറ്റിൽ പറത്താതെ ജീവിക്കുക. നാട്ടിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പല ഉമ്മമാരും പല സഹോദരിമാരും, സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്ന
വസ്ത്രങ്ങളുടെ രൂപം എന്താണെന്ന്, ആ ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇന്ന് ഇസ്ലാമിനെ പഴിചാരുന്ന പല ആളുകൾക്കും അറിയില്ല ഇസ്ലാമിൽ ഈ വസ്ത്രത്തിന് ഇത്ര മഹത്വമുണ്ടെന്നും ഇത്ര പ്രത്യേകതകളുണ്ടെന്നും. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് മര്യാദകളോടുകൂടി ജീവിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വാപ്പഞ്ചത്ത് പള്ളിയിലൊന്ന് നിസ്കരിക്കുന്ന വാപ്പാന്റെ കുട്ടി കോളേജിലേക്ക് പോകുന്നത് ഈ രൂപത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ വസ്ത്രം ധരിച്ചിട്ടാണ് ആകുമ്പോ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? ഈ ആളുകളെ കാണുമ്പോൾ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ ഒറ്റ വാക്കേ കരുതുള്ളൂ, ഇവർക്ക് ഇതിലൊന്നും വലിയ ഗാംഭീര്യമില്ല, വലിയ ഗൗരവമല്ല എന്നാണ് അവർ കരുതുക. ഇസ്ലാമിൽ ആ വേഷവിധാനത്തിന്റെ മര്യാദ എന്താണ്, അതിനുള്ള ഭക്തി എന്താണ്, അതിനുള്ള ഹിക്മത്തുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ മറ്റു വിഭാഗങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഈ വേഷവിധാനത്തെ പരിഹസിച്ച് മുസ്ലിമീങ്ങളായി നടക്കുന്നവർ പോലും ഇസ്ലാമിന്റെ മര്യാദകളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം മഹത്വമാക്കിയ വസ്ത്രത്തിന്റെ മഹത്വം അവർ തിരിച്ചറിയാതെ പോകുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ അതിന്റെ ഗാംഭീര്യം നിലനിൽക്കണമെങ്കിൽ മുസ്ലിം പെണ്ണ് എല്ലാ സ്ത്രീകളും ആ മര്യാദകൾ പാലിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും. മുഴുവനായിട്ടല്ലെങ്കിലും ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചിട്ടുള്ള ഒരു വിധിയെ നമ്മൾ മറികടക്കാതിരിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും നിയമവിധികൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തുകളെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് നാളെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള മറുപടികൾ നൽകി അല്ലെങ്കിൽ പാഠം നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം അരീക്കോട് വെച്ച് ഡയലോഗ് എന്ന പേരിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്താനും ഇസ്ലാമിനെ സംബന്ധിച്ച് സംശയങ്ങളുള്ള ആളുകളെ കൊണ്ടുപോയി ഇരുത്താനും അവർക്ക് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക, അതിന്റെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ മറ്റു മതവിഭാഗങ്ങളിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ ക്ഷണിച്ച് കൊണ്ടുപോയി ഇരുത്താൻ പറ്റുന്ന ഒരു വേദിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയില്ല തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് അള്ളാഹു ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.